മുപ്പത്തഞ്ചിനും 37 ലെയർ മാഷ് മേടിച്ച് കൊടുക്കണേക്കാൾ നല്ലത് 25 രൂപയ്ക്ക് പൂളയ്ക്കാൻ കൊടുക്കുകയാണ്. ഹൈ പ്രോട്ടീനുള്ള സാധനങ്ങളാണ് കേട്ടോ. ലെയർ മാഷേ 35നും 37 ലെയർ മാഷ് മേടിച്ച് കൊടുക്കണേക്കാൾ നല്ലത് 25 രൂപയ്ക്ക് പൂളയ്ക്കാൻ കൊടുക്കുകയാണ്. ഹൈ പ്രോട്ടീനുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട്. ഞാൻ ഇപ്പോൾ തുടങ്ങിയൊന്നല്ല, ഇത് കുറേ കാലമായിക്കൊണ്ട് നമ്മുടെ കോഴികൾക്കും മാടുകൾക്കും താറാവുകൾക്കൊക്കെ കൊടുക്കൽ. ഇതിപ്പോൾ കോഴികൾക്ക് പച്ച കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. പുതിയ ബാച്ചിൽ തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയി പോലെ പഠിപ്പിക്കാൻ. അപ്പോൾ ഇത് നല്ല റിസൾട്ടുള്ളതാണ്. എല്ലാവർക്കും ഇത് ചെയ്യാം കേട്ടോ. പക്ഷെ അത് എല്ലാവരും ചെയ്യുമ്പോൾ ഈ സാധനം ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതാ ഈ തൊലി എന്തായാലും കളയണം കേട്ടോ. ഈ തൊലി കളഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത്. ഇപ്പം നമ്മളിത് വേവിക്കാണ് ചെയ്യണത്, വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വേവിക്കൽ മാറ്റിയിട്ട് നമ്മളിത് ഇങ്ങനെ കൊടുക്കണ ഒരു സമയം വരും, അല്ലാതെ ഒഴുകാതെ. ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളത് കാണിക്കും. ഇപ്പം തന്നെ നമ്മളിത് ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ പെട്ടെന്ന് വേവും ചെയ്യും. പിന്നെ നമ്മൾ നാളെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താറാവുകളും മീനുകളും കോഴികളും ഒക്കെ നന്നായിട്ട് തന്നെ കഴിക്കും. അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ട്. ഇതൊക്കെ വീഡിയോസ് ഞാൻ വിട്ടതുമാണ്. ഇതുകൊണ്ടോ ചെറിയ കഷ്ണങ്ങളാക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വേഗം കഴിയുന്നതൊക്കെ കരുതും. പക്ഷെ ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികൾ വേവേ ആയി കിട്ടും. ഇനി ഇതൊക്കെ പെട്ടെന്ന് വഴികൾ ഇത് ആകണ വഴികൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ടെന്ന് നമുക്ക് ആ ഒരു വഴി നോക്കാമല്ലോ. പെട്ടെന്ന് നമുക്ക് തൊലിക്കാൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇത് ചെറുതാക്കുന്നത്. അതേപോലെ മുറിക്കാൻ ഇതിനൊക്കെ നമുക്ക് സുഖമായിട്ട്. അപ്പോൾ നമ്മൾ പൂളക്കേനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ആടുകൾക്കും കോഴികൾക്കും കൊടുക്കാനുള്ളതാവണ്ടേ വലിയ കുഴപ്പമില്ല. പൂളക്കേങ്ങേ നമ്മള് ഇതിപ്പോ ഈ ഒരു ബാച്ചിലെ കോഴികൾക്കും താറാവുകൾക്കൊക്കെ ഇതേപോലെ വേവിച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മളെ വേവിക്കാതെ പച്ചയിലായിരുന്നു ഈ സാധനം കൊടുത്തിട്ടുണ്ടാവുന്നത്. കണ്ടോ, നമ്മളിതൊക്കെ പൂളക്കേങ്ങിൻ്റെ പ്രത്യേകത ഇതാണ്. ഇങ്ങനെ നമ്മളിതാക്കുന്ന സമയത്ത് നമ്മളെ മക്കളൊക്കെ കണ്ടോ പച്ചക്ക് ഇങ്ങനെ തിന്നോളും. അതൊരു ടേസ്റ്റാണ്. പച്ചക്ക് തിന്നാന്നുള്ളത് വലിയൊരു ടേസ്റ്റല്ലേ. ഇവരെ മത്സരിച്ച് തിന്നാന്നുള്ള സംഭവം നല്ല ചീനമുളക് കേട്ടോ. ഇത് വേവണമെന്നൊന്നുമില്ല, നല്ല ചീനമുളകാണ്. ഇത് നല്ല ചീനമുളകും ചെറിയുള്ളിയും ഇട്ടിട്ടുള്ളതും അതേ പുളിങ്ങൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അതങ്ങനെ അല്ലേ ദാശന്? അവൻ്റെ കയ്യിലുണ്ട് സാർ. ഇപ്പൊ നമ്മളെ ചക്കേട്ട് വന്നിട്ടുണ്ട്. ഞാനെന്തായാലും ഈ സാധനം പച്ചക്കാരൻ നമ്മൾ ആടുകൾക്ക് കൊടുത്തതിന്റെ വീഡിയോസ് പലതും ഞാൻ വിട്ടിട്ടുണ്ട്. അതെങ്ങനെ കൊടുത്തതെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ ചെറുതാക്കും. ചെറുതാക്കുമല്ലോ. അവര് കേൾക്കാൻ തരത്തിന് ഇതിനേക്കാൾ ഒന്നുകൂടി നീളമുണ്ടാവും. കേൾക്കാൻ തരത്തിന് നമ്മൾ ചെറുതാക്കിയിട്ടാണ് ഈ സാധനം കൊടുത്തുന്നത്. നമുക്ക് ഇതുവരെയായിട്ട് പൂള കൊടുത്തിട്ടോ ചക്ക കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടോ നമ്മൾ ആടുകൾ ഇതുവരെ ചത്തിട്ടില്ല. പല ആളുകളും കേടാണ് അതാണ് ഇതാണെന്ന് പല ആളുകളും പറഞ്ഞു. പക്ഷെ നമുക്ക് നന്നായിട്ട് തന്നെ നമ്മളെ കൃഷിയിൽ ലാഭം ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ഓരോരോ സാധനം കൊടുത്തിട്ടുണ്ട്. ഏത് സീസണാണോ ആ സീസണിൽ നമ്മൾ എന്താണോ കിട്ടുന്നത് അതൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആടുകളൊക്കെ വളർത്തിയിട്ടുണ്ടാകുന്നത്. അതുപോലെ മീൻ വളർത്തിയിട്ടുണ്ടാകുന്നത്, കോഴികളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ലാഭമാണെന്ന് ഞാൻ പറയും, തീർച്ചയായിട്ടും പറയും. ഇതിപ്പോ ഇപ്പോഴൊക്കെ നമുക്ക് വേവിച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇതാണ് നമ്മളെ ചീനവളനെ സംബന്ധിച്ച് കഴിയുന്നുണ്ടോ. ഇപ്പൊ ഈ സാധനങ്ങൾ ഇതിപ്പോ ശരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ ഇത് മൊത്തം നമ്മൾ കഴിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് നമ്മൾ ഇതേപോലെ നമ്മളെ കോഴികൾക്കൊക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ചക്കൊക്കെ അതേപോലെ പച്ചക്കായിരുന്നു ഞാൻ കൊടുക്കാറുണ്ട്. അത് കരുവോട് കൊത്താനോ അല്ലെങ്കിൽ ഇതേപോലെ ചവണി ഇത് കളയാനോ ഒന്നൊന്നുമില്ല. ഇതൊക്കെ പിജ്ജ മേടിച്ചത് സംഭവം എന്തൊക്കെയാന്ന് പറഞ്ഞാ ഇതൊക്കെ സംഭവം നല്ലൊരു ടേസ്റ്റ് കേട്ടോ സാധനങ്ങള്. ഇതിന് മാറുമുത്തൻ്റെ കണ്ടിട്ട് കൊണ്ടുവന്ന് അപ്പൊ ഫുള്ള് ലേക്കും ചേർന്ന് ആളായി പോകും. ഒരു ദിവസം ഞാനേ 4 കിലോ പൂളക്കിഴങ്ങാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ചിലവില്ലാതെ 4 കിലോത്തിന്റെ പൂളക്കിഴങ്ങിന്റെ പൈസ ചിലവുണ്ട്. പക്ഷെ ഈ 4 കിലോ മറ്റുള്ള തീറ്റകൾ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല ചിലവാണ്.
അപ്പോൾ അങ്ങനെയാണ് ഈ 4 കിലോത്ത് ഇപ്പോൾ എത്രയാണ് കിട്ടുക എന്നൊരു ചോദ്യം ഉണ്ടാവും. 40 റുപ്യ കിട്ടിയാൽ തന്നെ അങ്ങനെ 10 ദിവസം കിട്ടിയാൽ തന്നെ അങ്ങനെ ഒരുപാട് പൈസ ആകും. 6 കിലോ ഡെയിലി പൂളക്കിഴങ്ങ് മേടിക്കും. അതിൽ 2 കിലോ കണ്ടോ അതാ മാറ്റി വെച്ചിരിക്കുന്നു. ബാക്കിത്തെ 4 കിലോ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ 6 കിലോ മേടിക്കും, 2 കിലോനും കൂടി ഇത് വെക്കും. അപ്പോൾ ഇത് 4 കിലോനാവും, പിറ്റേ ദിവസത്തേക്ക് 4 കിലോനാവും. അങ്ങനെയാണ് ഞാൻ ഈ പൂളക്കിഴങ്ങ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ കണ്ടോ നമ്മൾ പൂളക്കിഴങ്ങ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതാക്കുമ്പോൾ ഇതാണ്ടോ, ഇതിപ്പോൾ ഇന്നത്തെ കണ്ടങ്ങൾ മുട്ടകളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ റിസൾട്ട് ഉണ്ട്. ഇത് ഒരു നേരം കൊടുക്കണം കേട്ടോ. ഇനി ഒരു നേരം നമ്മൾ ലെയർ മാഷ് കൊടുക്കാറുണ്ട്. അതില്ലാന്ന് പറയുക താറാവുകൾക്ക് നമ്മൾ മീനിൻ്റെ അതായത് മീൻ വേസ്റ്റും കൊടുത്ത് കൊടുക്കാറുണ്ട്. ഇത് ഒരു നേരം ഇതേപോലെ 60 ഗ്രാം രാവിലെ, വൈകുന്നേരത്ത് 40 ഗ്രാമായിട്ടാണ് 100 ഗ്രാമോളാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. 60 ഗ്രാം രാവിലെ താറാവുകൾക്കും 60 ഗ്രാം വൈകുന്നേരത്ത് കണക്കാക്കിയിട്ട് വൈകുന്നേരത്താണ് താറാവുകൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 150, 130, 120 ഗ്രാമോളം താറാവുകൾക്കും ഉണ്ടാവും. ഒരു 100, 120 അല്ല 100, 80 എന്നുള്ള രീതിയിൽ കോഴികൾക്കും തീരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ മുട്ടകളാണ് ഇത്. ഇതേപോലെ നമുക്ക് താറാവിൻ്റെ മുട്ട ഉണ്ടാവും. ഇതൊക്കെ നമ്മളിതിങ്ങനെ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നാളെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കാറാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ അമർത്തണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പോകരുത്. കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നും വീഡിയോ ഇടും. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. 3 മണിക്കും അതേപോലെ തന്നെ വൈകുന്നേരം 7 മണിക്കും വീഡിയോസ് ഇടുന്നുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട് എന്നോട് വീഡിയോസ് ഇടാറില്ല. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് നമ്മളിത് വിടുന്ന വീഡിയോസ് നേരെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതായിട്ട് നമ്മൾ ചീമക്കിഴങ്ങ് വെള്ളം കൂടുതൽ ഇതൊക്കെ ആവാതിരിക്കാനേ തൽക്കാലം പലകയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ഇതൊക്കെ പോരില്ല. ഇത് നമ്മൾ മണ്ണിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ബോക്സിൽ മണ്ണ് വെച്ചിട്ട് മണ്ണിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിൽ കയറിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒന്ന് പുറത്തേക്ക് പോകാൻ തൽക്കാലം പലക വെച്ച് കൊടുത്തേക്കാണ്. മഴക്കാലല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. നമ്മുടെ ഹിതാശ ഉണ്ടോ നേരം നോക്കുമ്പോൾ തന്നെ നീച്ചേരിന് അപ്പോൾ അവന് ഉറങ്ങി നീച്ചിട്ട് വരികയാണ്. അപ്പം അതൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞതാ. അപ്പം അതിന് വേണ്ടി നീച്ച് പോരുകയാണ്. ഹായ് പറഞ്ഞ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്ക് കുറച്ച് തോല് വെച്ച് കൊടുക്കാം കേട്ടോ. ശീമക്കൊന്നയുടെ ഇലയാണ് ഈ വെച്ച് കൊടുക്കുന്നത്. ശീമക്കൊന്ന ഇതേപോലെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം വെട്ടി വെക്കുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇല ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തൈകൾക്കൊക്കെ ഇടയിൽ കൂടെ വെച്ച് കൊടുക്കാൻ ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അതല്ല നമ്മൾ വെട്ടി അന്ന് തന്നെ നീളത്തിൽ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമല്ല. ഇത് നമ്മൾ വെട്ടിക്കൊടുന്ന് ഒരു ദിവസം വഴുകി അപ്പോൾ നീളത്തിൽ വെക്കാൻ പറ്റണമില്ല. തൈകളാണെന്ന് വെച്ചാൽ നന്നായിട്ട് വലുതായിട്ടുമില്ല. അപ്പോൾ ഇതൊരു വളമാണ്. അതേപോലെ തന്നെ കളകൾ പൊന്താതിരിക്കാനുള്ളൊരു നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആമിറേ കുറച്ച് ഇരുമ്പാമ്പുളിയായിട്ടാണ് വരുന്നത്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് നല്ല ആവേശമാണ്. ഇപ്പോൾ ഈ പ്രായത്തിൽ നമുക്കിത് നല്ല ആവേശമായിരുന്നു. ഇപ്പം എന്തായാലും നമുക്ക് ഇതിങ്ങനെ ഇവർ കഴിക്കണ പോലെ നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് കണ്ടോ ഒരു കഴിക്കണം എങ്ങനെയാണ്. അപ്പോൾ നമ്മളെ താറാവുകൾക്കൊക്കെ കോഴികൾക്കും താറാവുകൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന സംവിധാനമാണ്. ഞാൻ ഇവിടുന്നതിൻ്റെ വീഡിയോസ് കൂടാൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ഏറെ ഒഴുകാതെ വീഡിയോസൊക്കെ ഞാൻ ഇടും. അതുപോലെ തന്നെ നമ്മളെ തക്കാളി തൈന് ഇതേപോലെ ഞങ്ങൾ കമ്പ് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഏറെ ഒഴുകാതെ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം. ഒട്ടുമിക്ക ദിവസങ്ങളും വൈകുന്നേരം 3 മണിക്കും 7 മണിക്കും ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം പോരാ, ബെൽ ബട്ടൺ കൂടി അമർത്തണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.